ലോസ് ആഞ്ചലസിൽ പടർന്ന സാധാരണമെന്ന് കരുതിയ ഒരു കാട്ടുതീ ഇപ്പോൾ അമേരിക്കയിലെ ജനജീവിതം ഒന്നാകെ താളം തിരിച്ചിരിക്കുന്നു. ലോസ് ആഞ്ചലസിന്റെ തെരുവുകൾ നിറയെ ഇപ്പോൾ തീജ്വാലകൾ വിഴുങ്ങിയ വീടുകളുടെയും മറ്റു കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങളാണ്. സാധാരണക്കാർ മുതൽ ഹോളിവുഡ് സെലിബ്രിറ്റികൾ അടക്കമുള്ള നിരവധി പേരുടെ ആയുഷ്കാല സമ്പാദ്യമാണ് ലോസ് ആഞ്ചലസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ കാട്ടുതീയിൽ വെന്തുവെണ്ണീറായത്. ജനുവരി 7-ന് ലോസ് ആഞ്ചലസിലെ പസഫിക് പാലിസേഡിലാണ് ആദ്യമായി കാട്ടുതീ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ലോസ് ആഞ്ചലസിന്റെ പല ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചു. കാലിഫോർണിയയെ സംബന്ധിച്ച് കാട്ടുതീ പുതുമയുള്ള കാര്യമൊന്നുമല്ല. ലോസ് ആഞ്ചലസിലും പരിസര പ്രദേശത്തും ഒക്കെയായി ഇതിനു മുമ്പും പല തവണ കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ പതിവിന് വിപരീതമായി ഇത്തവണ പസഫിക് പാലിസേഡിൽ ആരംഭിച്ച കാട്ടുതീ അങ്ങനെ പാലിസേഡിൽ മാത്രം ഒതുങ്ങിയില്ല. ഈറ്റണിലേക്കും ലോസ് ആഞ്ചലസിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും തീ ആളിപ്പടർന്നു. 30,000 ആളുകൾ കാലിഫോർണിയ തന്നെ വിട്ടുപോയി. 10,000-ലധികം വീടുകൾ കത്തിനശിച്ചു. ലോസ് ആഞ്ചലസിനെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കിയ ഈ തീപിടുത്തത്തിൽ പ്രധാനമായും വില്ലനായത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. സാന്റ ആന എന്ന അപകടകാരിയായ ശീതക്കാറ്റിന്റെ സാന്നിധ്യം കൂടിയായതോടെ കാട്ടുതീയുടെ തീവ്രത വർദ്ധിച്ചു.